തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഇന്നും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും രൂക്ഷ വിമർശനം. പിണറായിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം തെറ്റായ സന്ദേശമെന്നും നേതൃത്വം തിരുത്തണമെന്നും അംഗങ്ങൾ. പ്രധാന നേതാക്കൾ ആവശ്യം കഴിഞ്ഞാൽ ജനങ്ങളെ മറക്കുന്നു. പാർട്ടിക്ക് രീതിയും ശൈലിയും നഷ്ടമായി. നേതാവെന്ന് പൊതുജനത്തെ കാണിക്കാൻ ഒരാളില്ലെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. ജില്ലയിലെ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും എന്റെ തലയിൽ കെട്ടിവയ്ക്കരുതെന്ന് പി രാജീവിന്റെ മറുപടി. ജില്ലയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും നേതൃത്വത്തിനും പരാജയത്തിൽ പങ്കുണ്ടെന്നും പി രാജീവ് പറഞ്ഞു. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂര്, ഇന്നും എറണാകുളത്ത് ജില്ലാ കമ്മിറ്റിയിലും രൂക്ഷ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ. കൊല്ലത്ത്, പത്തനംതിട്ടയിൽ, കണ്ണൂരിൽ ഒക്കെയും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ കണ്ടു. എറണാകുളത്ത് കുറച്ചുകൂടി രൂക്ഷമായ വിമർശനമാണ്. മറ്റെല്ലായിടത്തും MV ഗോവിന്ദൻ മാഷിനും ഒപ്പം തന്നെ പിണറായിക്കുമെതിരെയാണെങ്കിൽ ഇവിടെ പി രാജീവിനെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു വിമർശനമെന്നാണോ മനസ്സിലാക്കേണ്ടത് അർജുൻ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ തോൽവിയാണ് എറണാകുളം ജില്ലയിൽ CPM-ന് നേരിടേണ്ടി വന്നത്. ഇതിന് പിന്നാലെ ചേർന്ന ജില്ലാ നേതൃയോഗങ്ങളിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി യോഗങ്ങൾ ചേരുകയായിരുന്നു. ആദ്യ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റും ഇന്നലെയും ഇന്നും ജില്ലാ കമ്മിറ്റി യോഗങ്ങളുമാണ് ചേർന്നത്. ഇതിലെല്ലാം തന്നെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും ഒപ്പം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിരുന്ന പി രാജീവിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ തുറന്നടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമെതിരെയാണ് രൂക്ഷ വിമർശനം ഉയർന്നത്. നേതൃത്വം തിരുത്തണമെന്നാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. പിണറായിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം അത് തെറ്റായ സന്ദേശമാണ് എന്നും ചില നേതാക്കൾ വിമർശനമായി ഉന്നയിച്ചു. ആർക്കും ജനങ്ങളുമായി ബന്ധമില്ല. പ്രധാന നേതാക്കൾ ആവശ്യം കഴിഞ്ഞാൽ ജനത്തെ മറക്കുകയാണ്. പാർട്ടിയുടെ രീതിയും ശൈലിയും നഷ്ടമായി. എല്ലാവരും ആഡംബരത്തിൽ അഭിരമിക്കുകയാണ്. നേതാവ് എന്ന് പൊതുജനത്തെ കാണിക്കാൻ ഒരാൾ പോലുമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യമാണ്. എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിക്കാനാകില്ല. ജനങ്ങളുമായി അടുപ്പമില്ലാത്തവരെ അവരും അടുപ്പിക്കില്ല എന്നും ചില നേതാക്കൾ വിമർശിക്കുന്നു. തിരഞ്ഞെടുപ്പ് പരാജയം നല്ല ഉദാഹരണമാണ്. വീണ്ടെടുപ്പ് പ്രയാസമാണ് എന്നും ചില നേതാക്കൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പി രാജീവിനെതിരെ ഇന്നും വിമർശനമുയരുന്ന സാഹചര്യമുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ടത് അടിച്ചേൽപ്പിക്കലുകളാണ് എന്നതാണ് ചിലർ ഉന്നയിക്കുന്ന ആരോപണം. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോട് പോലും വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെയാണ് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായത്. ജില്ലയിലെ മന്ത്രി കളമശ്ശേരിയിലെ മന്ത്രിയെ ചുരുങ്ങിയിട്ട് പോലും അവിടെ പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ചില അംഗങ്ങൾ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. അതേസമയം പി രാജീവിന്റെ മറുപടിയും ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ജില്ലയിലെ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും തന്റെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്, കെട്ടിവെക്കരുത് എന്നാണ് പി രാജീവ് പറഞ്ഞത്. ജില്ലയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും നേതൃത്വത്തിനും പരാജയത്തിൽ പങ്കുണ്ട്. ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്നും പി രാജീവ് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും നേതൃയോഗങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഏരിയ കമ്മിറ്റി യോഗങ്ങളാണ്. കണക്കുകളടക്കം നിരത്തിക്കൊണ്ടുള്ള വിശദമായ റിപ്പോർട്ടിലേക്കാണ് ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് എറണാകുളത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.